students, welcome to Language of Business. Now we are going to study about analysis of financial statement. ഒരു പുതിയ ചാപ്റ്ററാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത്, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്. എന്താണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നതിൽ നമ്മൾ പഠിക്കുന്നത്? ഒരു അക്കൗണ്ടന്റിന്റെ യഥാർത്ഥ ഡ്യൂട്ടി എന്താണ്? അതാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ പഠിക്കുന്നത്. What is the main duty of an accountant? Provide necessary information to the management to discharge their managerial function is the main duty of an accountant. Or accountant പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണെന്ന് ചോദിച്ചാൽ provide necessary information to the management for discharging their managerial function. മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. അപ്പോൾ അക്കൗണ്ടന്റിന്റെ ഈ ഡ്യൂട്ടിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത്. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ അവിടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവിടുന്ന് അങ്ങോട്ടേക്കാണ് യഥാർത്ഥത്തിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിന്റെ ഡ്യൂട്ടിയും ഫിനാൻഷ്യൽ അക്കൗണ്ടിന്റെ ഡ്യൂട്ടിയും കൂട്ടിച്ചേർത്ത് ഒന്നിച്ചിട്ടുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസ് എന്നുള്ള ഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത്. ഈ ഭാഗം നമ്മൾ 5 എപ്പിസോഡുകളായിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് വിൽ ബി എപ്പിസോഡ് 1. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എപ്പിസോഡ് 2. ദെൻ തേർഡ് വൺ, അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും, നമ്മളൊരു ചാപ്റ്ററിലേക്ക് വരുന്നത് അവിടെ മാത്രമാണ്. ഫോർത്ത് വൺ, ടൈപ്സ് ഓഫ് അനാലിസിസ്, ഏതൊക്കെ തരത്തിലുള്ള അനാലിസിസ് ഉണ്ട്. ആൻഡ് ഫിഫ്ത്ത് വൺ, ടൂൾസ് ഫോർ അനലൈസിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഏതൊക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ 5 എപ്പിസോഡുകളിൽ മാത്രമേ ഈ ചാപ്റ്റർ നമുക്ക് പഠിപ്പിച്ച് തീർക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് സ്റ്റുഡൻസ് ഈ 5 എപ്പിസോഡുകളും വളരെ കൃത്യമായിട്ട് നിങ്ങൾ കാണണമെന്ന് അറിയുകയാണ്. സോ ഇതിൽ ഏറ്റവും ഫസ്റ്റ് ആയി നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഒരു അക്കൗണ്ടന്റ് അക്കൗണ്ടിങ് വർക്കിൽ അവസാനമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റുകളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അത് ഏതൊക്കെയായിരിക്കും? സാധാരണ ഇതിലൊരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മിനിമം 4 ഐറ്റംസ് ഉണ്ടാവും. ഒന്ന്, ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. രണ്ടാമത്തത് സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. തേർഡ് വൺ, ബാലൻസ് ഷീറ്റ്. ആൻഡ് ഫോർത്ത് വൺ, സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്. അപ്പൊ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇൻകം സ്റ്റേറ്റ്മെന്റ്, ദെൻ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്സ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്? ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് എത്രയാണെന്ന് സത്യസന്ധമായി കൃത്യമായി നമുക്ക് കാണിച്ചു തരും ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരയ്ക്കുന്നതിലൂടെ നമുക്കൊരു കമ്പനിയുടെ സത്യസന്ധമായിട്ടുള്ള അസറ്റിന്റെയും ലയബിലിറ്റീസിന്റെയും പൊസിഷൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഉടമസ്ഥന്റെ പങ്കാളിത്തം അല്ലെങ്കിൽ ഉടമസ്ഥന്റെ ക്യാപിറ്റൽ, ഓണേഴ്സ് ക്യാപിറ്റൽ എത്രയുണ്ട് ബിസിനസ്സിൽ എന്നുള്ള കാര്യം മനസ്സിലാവും. ബിസിനസ് മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് എന്ന് ഓണേഴ്സ് ക്യാപിറ്റൽ നോക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ക്യാപിറ്റൽ ഇയർ ആഫ്റ്റർ ഇയർ അത് വർദ്ധിച്ചു വരുന്നതാണെങ്കിൽ കമ്പനി പ്രോഗ്രസ്സിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. പിന്നെ ശരിയായ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രോഫിറ്റ് എങ്ങനെ നമ്മൾ ചെലവഴിച്ചു, നമുക്ക് കിട്ടിയിരിക്കുന്ന ലാഭം ഏത് വിധത്തിലാണ് നമ്മൾ ചെലവഴിച്ച് തീർത്തത് എന്ന് മനസ്സിലാക്കാൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് ലാസ്റ്റ് ആയിട്ട് നമുക്ക് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. എന്താണ്? കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് വന്നിരിക്കുന്ന ഫിനാൻഷ്യൽ ചേഞ്ചസ്, കമ്പനിയുടെ സാമ്പത്തിക പൊസിഷൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന ചേഞ്ചസുകൾ, മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കാണിച്ചു തരുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൂടെയാണ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെയാണ് നമ്മൾ അനലൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അത് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് ഇൻഫർമേഷൻ ഉണ്ടാക്കുക, ആ ഇൻഫർമേഷൻ മാനേജ്മെന്റ് കൊടുക്കുക. അങ്ങനെ മാനേജ്മെന്റിന് കമ്പനിയെ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷനെ ഭാവിയിലേക്ക് ഒരു വളർച്ചയുടെ പാതയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അനാലിസിസിലൂടെ നമ്മൾ ഒരു അക്കൗണ്ടന്റ് കണ്ടെത്തുന്നതും. അങ്ങനെയുള്ള ഇൻഫർമേഷനാണ് ആർക്ക് കൊടുക്കുന്നത്? മാനേജ്മെന്റിന് കൊടുക്കുന്നത്.
For providing necessary information to the management to discharge their managerial function is the main duty of an accountant. ഒരു അക്കൗണ്ടന്റ് പ്രധാനപ്പെട്ട ഡ്യൂട്ടി അതാണ്, ഒരു കമ്പനി വിജയത്തിന്റെ പാതയിലേക്ക് എത്തിക്കുക. വിജയത്തിന്റെ പാതയിലേക്ക് അത് മുന്നോട്ട് പോകാൻ മാനേജ്മെന്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒരു അക്കൗണ്ടന്റിന്റെ പ്രധാനപ്പെട്ട ജോലി. അതിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അനാലിസിസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഈ പറഞ്ഞ 4 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ അപഗ്രഥിച്ച് വിശകലനം ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാട്ട് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ ഏറ്റവും അവസാനമായി ഒരു അക്കൗണ്ടിങ് ചെയ്യുന്നത് എന്താണോ അതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഓർ ആനുവൽ റിപ്പോർട്ട്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എവിടുന്ന് ആരംഭിക്കുന്നു? ട്രാൻസാക്ഷൻ എഴുതി അതിന് ജേണൽ എൻട്രി ആക്കി, ലെഡ്ജർ ആക്കി, ട്രയൽ ബാലൻസ് ആക്കി, ആ ട്രയൽ ബാലൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ ആ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കും. അതിനെ പറയും ഫൈനൽ അക്കൗണ്ട് ഓഫ് കമ്പനി ഓർ സോൾ ട്രേഡിംഗ് കൺസേൺ ഓർ ബിസിനസ് ഓർഗനൈസേഷൻ. ഫൈനൽ അക്കൗണ്ട് ഈസ് കോൾഡ് ഫൈനൽ അക്കൗണ്ട്. ഈ ഫൈനൽ അക്കൗണ്ടുകളെയാണ് എന്ത് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. സോ ദ ടേം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡ്സ് അറ്റ്ലീസ്റ്റ് 2 സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അത് മിനിമം 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. 2 കാര്യമുള്ളത് എന്താണ്? ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ്, അതിന് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് വിളിക്കാം, ആൻഡ് സെക്കൻഡ് വൺ ബാലൻസ് ഷീറ്റ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി the financial statement includes 4 things. First one, profit and loss account. Second one, statement of retained earning or profit and loss appropriation account. Third one, balance sheet. And fourth one, statement of sources and applications of fund. So സാധാരണ ഇതിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ the term financial statement consists 2 things. എന്തൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ആൻഡ് ബാലൻസ് ഷീറ്റ്. But in the case of joint stock company, ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ the term financial statement consists 4 things. ഏതൊക്കെയാണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓർ റീറ്റെയിൻഡ് ഏർണിംഗ് സ്റ്റേറ്റ്മെന്റ്, തേർഡ് വൺ ബാലൻസ് ഷീറ്റ്, ആൻഡ് ഫോർത്ത് വൺ സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട്സ്. നമ്മൾ ഈ കാര്യങ്ങളാണ് വളരെ വിദഗ്ധമായിട്ട് അല്ലെങ്കിൽ വളരെ കൃത്യമായിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നത്. ഒരു അക്കൗണ്ടന്റിന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന 4 അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ അനലൈസ് ചെയ്ത് ഇൻഫർമേഷൻ ഉണ്ടാക്കി മാനേജ്മെന്റിനെ സഹായിക്കാൻ കഴിയണം. അപ്പോൾ പ്രൊവൈഡിങ് നെസസറി ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ്, അതാണ് ഒരു അക്കൗണ്ടന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി. ടു പ്രൊവൈഡ് നെസസറി ഇൻഫർമേഷൻ ടു ദ മാനേജ്മെന്റ്, ഹി മസ്റ്റ് നോ ടു അനലൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ടു അനലൈസ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഹി മസ്റ്റ് നോ വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് അയാൾ അറിഞ്ഞിരിക്കണം, അല്ലെ അത് ഉണ്ടാക്കാൻ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഫസ്റ്റ് വൺ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. വാട്ട് ഈസ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് which explain what has happened to the business as a result of operation. So it is a statement which explain what has happened to the business as a result of operation. So it is a statement which is prepared to find out the working result of a business organization. Or it is a statement which is prepared to find out the profit or loss made by a business concern during a particular period. ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ലാഭനഷ്ടങ്ങൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഒരു വർഷം ഒരു ബിസിനസ് സ്ഥാപനം പ്രവർത്തിച്ചതിന്റെ ഫലം എന്താണ് എന്നറിയാൻ വരയ്ക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്. ഇതിനെയാണ് നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. It gives clear-cut idea about the revenue. Clear-cut idea about the revenue. നമുക്കുള്ള വിറ്റ് വരവ് എന്തൊക്കെയാണെന്ന് വളരെ കൃത്യമായിട്ട്, വരവ് എന്താണെന്ന് വളരെ ക്ലിയർ-കട്ട് ആയിട്ട് നമുക്ക് തരുന്നു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. And the cost incurred for earning that revenue. അങ്ങനെ ഒരു വരവ്, അങ്ങനെ ഒരു റവന്യൂ ഉണ്ടാക്കാൻ നമുക്കുണ്ടായിരിക്കുന്ന ചെലവുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒരു വരവ് ഉണ്ടാക്കണമെങ്കിൽ അതിന് കുറേയധികം ചെലവുകൾ ഉണ്ടാവും. ആ ചെലവുകൾ എന്തൊക്കെയാണ് എന്ന് കൂടി വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അഥവാ ഇൻകം സ്റ്റേറ്റ്മെന്റ്. സോ ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓൾസോ ഷോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ എ ബിസിനസ് കൺസേൺ ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരീഡ്. ഇതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്.
രണ്ടാമത്തതാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. കമ്പനിയുടെ കേസിനകത്ത് വളരെ നിർബന്ധമായിട്ട് വരക്കേണ്ടിയിരുന്ന രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിംഗ് ഓർ പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. വാട്ട് ഈസ് ഇറ്റ്? എന്താണ് ഇത്? It is a statement which shows distribution or utilizations of profit earned by a joint stock company. ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം എങ്ങനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഇതിൽ ഏതൊക്കെ തരത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, ഇൻ ദ ക്രെഡിറ്റ് സൈഡ് യു ക്യാൻ സീ ദ ലാസ്റ്റ് ഇയേഴ്സ് പ്രോഫിറ്റ്, ദാറ്റ് മീൻസ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് ഓഫ് ലാസ്റ്റ് ഇയർ. Then also you can see in the credit side the profit or loss made by the company during that particular year. Then we will see the total profit in the hands of the company. And the debit side we can see how that profits are utilized by the company as dividend to shareholders. ഒന്ന്, ആ കിട്ടിയിരിക്കുന്ന പൈസയിനകത്ത് കമ്പനി എന്താ ചെയ്യുക? കിട്ടിയിരിക്കുന്ന ലാഭത്തിൻ്റെ അകത്ത് ഒരു ഭാഗം കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കും. അത് എത്ര കൊടുത്തു എന്നുള്ള കാര്യം അതിനകത്ത് കാണാം. അപ്പോൾ ഒന്ന് അതിൻ്റെ എന്താണ് ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദാറ്റ് കമ്പനി. രണ്ടാമത്തെ ദ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു ജനറൽ റിസർവ്. ജനറൽ റിസർവിലേക്ക് കമ്പനിയുടെ ഫ്യൂച്ചർ പർപ്പസിലേക്ക് ഫ്യൂച്ചർ എക്സ്പാൻഷന് വേണ്ടിയിട്ട് എത്ര പൈസ മാറ്റി വെച്ചു എന്ന് കാണാൻ വേണ്ടി പറ്റും. ദെൻ ദ എമൗണ്ട് ട്രാൻസ്ഫേർഡ് ടു സിങ്കിങ് ഫണ്ട്. എത്ര പൈസ സിങ്കിങ് ഫണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചർ പോലുള്ള കാര്യങ്ങൾ റെഡീം ചെയ്യാൻ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് വാങ്ങിയിരിക്കുന്ന കടം വീട്ടാൻ എത്ര പൈസ മാറ്റി വെച്ചു. ആൻഡ് any other reserve, if any amount transferred to for some other reserve, that reserve also will be shown in the debit side of that profit or loss appropriation account. So profit or loss appropriation account എന്ന് പറയുന്നത് it is a statement which shows the distributions or utilizations of profit. എങ്ങനെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? as dividend to shareholders, അതുപോലെ തന്നെ amount transferred to general reserve, amount transferred to sinking fund, and also if the amount transferred to any other reserve, that also you can see there. And last one, you can see the balance of profit or retained earning of that joint stock company. That is profit loss appropriation account. And third one, balance sheet. Then what do you know about the balance sheet? Balance sheet is a statement which shows assets and liabilities of a business concern. ഒരു ബിസിനസ് കൺസേണിന്റെ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസ് ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ ബാലൻസ് ഷീറ്റ്. അപ്പോൾ ബാലൻസ് ഷീറ്റിൻ്റെ അകത്തോട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമാണ് ഒരു കമ്പനിയുടെ അസറ്റ്സ് ആൻഡ് ലാബിലിറ്റീസിനെ പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷൻസ്. സോ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് കൺസേൺ ഓൺ എ പർട്ടിക്കുലർ പീരീഡ്, പർട്ടിക്കുലർ ഡേറ്റ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, സാമ്പത്തികമായിട്ടുള്ള അവസ്ഥ എന്താണ് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ്. സോ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഷോസ് assets and liabilities of a business concern. It is prepared to show the financial position of a business concern financial position of a business concern on a particular date. ഒരു പർട്ടിക്കുലർ ഡേറ്റിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുകയും ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് two sides. First side liabilities and capital, second side assets. In the liability side you can see the capital of that company and also all other liabilities. In the asset side you can see all the assets including fixed assets, current assets, investment, etc. This is called balance sheet. And the fourth one, statement of sources and applications of fund. That is fund flow statement. Statement of sources and applications of fund or fund flow statement. എന്താണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്? It is the statement which shows the sources from which the fund has been raised by the company and the ways in which the funds are utilized. ഏതൊക്കെ വഴിയിലൂടെയാണ് ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്തതെന്നും അത് ഏതൊക്കെ വഴിയിലാണ് ചെലവഴിച്ചതെന്നും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റിനാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. So what is fund flow statement? It is a statement which is prepared to show the sources from which the fund has been raised by the company and the ways in which the funds are utilized for the company. ഏതൊക്കെ വഴിയിലൂടെയാണ് കമ്പനിക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് റേസ് ചെയ്തിട്ടുള്ളതെന്നും ഏതൊക്കെ വഴിയിലാണ് കമ്പനി റേസ് ചെയ്തിരിക്കുന്ന ഫണ്ട് കമ്പനിക്ക് വേണ്ടി ഉപയോഗിച്ചതെന്നും കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. സോ സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് ഷെയർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം, ലോൺ എടുത്തിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പറ്റും,
ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ നമ്മൾ കാണിക്കുകയും അങ്ങനെ റേസ് ചെയ്തിരിക്കുന്ന ഫണ്ട് ഏതൊക്കെ വഴിയിലാണ്, എത്ര പൈസ ഫിക്സഡ് അസറ്റ് വാങ്ങി ചിലവഴിച്ചു, എത്ര പൈസ മറ്റു വർക്കിംഗ് ക്യാപിറ്റൽ ആക്കിയിട്ട് ബാക്കി വെച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ കാണിക്കുന്നത്? ഇറ്റ് സമ്മറൈസസ് ദ ഫൈനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് കൺസേൺ. ഒരു ബിസിനസ് കൺസേണിന്റെ ഫൈനാൻസിങ് ആക്ടിവിറ്റീസും ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും, ബിസിനസ്സിലേക്ക് ഫണ്ട് ഫൈനാൻസ് ചെയ്തത് എങ്ങനെയാണെന്നും ബിസിനസ് ആ ഫണ്ടുകൾ ഏതൊക്കെ തരത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇറ്റ് സമ്മറൈസസ് ദ ഫൈനാൻസിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ് കൺസേൺ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് നോൺ കറണ്ട് അസറ്റ്സ് ആൻഡ് നോൺ കറണ്ട് ലയബിലിറ്റീസ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. While preparing fund flow statement, you must keep this point into your mind. What is that? The fund flow statement is prepared with the help of non-current assets and non-current liabilities. Current asset ഉം current liabilities മാറ്റി വെച്ച് non-current asset ഉം non-current liabilities വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അകത്ത് 4 കാര്യങ്ങളാണ് അക്കൗണ്ടന്റ് മസ്റ്റ് നോ ദീസ് 4 സ്റ്റേറ്റ്മെന്റ് വെരി വെൽ. ഒന്ന്, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 2, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഓർ സ്റ്റേറ്റ്മെന്റ് ഓഫ് റിട്ടേൺഡ് ഏർണിംഗ്. 3rd one, ബാലൻസ് ഷീറ്റ്. ആൻഡ് 4th one, സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ട് ഓർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 4 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫോർ വാട്ട് പർപ്പസ് വി ആർ മേക്കിംഗ് ദിസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? It to provide ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് നമുക്ക് ഇങ്ങനെ പറയാം, it to provide reliable informations about the assets and liabilities of a business concern. അല്ലെങ്കിൽ ഒരു ഫേം, ഒരു ബിസിനസ് കൺസേണിന്റെ പിന്നെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ പറ്റിയുള്ള റിലയബിൾ ഇൻഫർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏത്, ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. സോ ഇറ്റ് പ്രൊവൈഡ്സ് റിലയബിൾ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് അബൌട്ട് ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിനെ പറ്റി കൃത്യമായിട്ടുള്ള വാസ്തവത്തിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, അല്ലെങ്കിൽ വാസ്തവത്തിൽ എത്രയാണോ അതുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു. നമ്പർ 2, ഇറ്റ് പ്രൊവൈഡ്സ് കറക്റ്റ് ഇൻഫർമേഷൻസ് അബൌട്ട് ഓണേഴ്സ് ക്യാപിറ്റൽ. ഓണറുടെ ക്യാപിറ്റൽ എത്രയാണ് എന്ന് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ബാലൻസ് ഷീറ്റിനകത്ത് ലയബിലിറ്റീസ് അതിൻ്റെ അകത്ത് ക്യാപിറ്റൽ കാണാൻ വേണ്ടി പറ്റും. ക്യാപിറ്റൽ വർഷാവർഷം കൂടി വരുന്നതായിട്ടോ കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇഫ് ദ കമ്പനി ഈസ് മേക്കിംഗ് പ്രോഫിറ്റ്, ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ക്യാപിറ്റൽ ഓഫ് ദ ഫേം വിൽ ഇൻക്രീസ്. If the business organization is making loss, the capital of the firm will decrease. So we will come to know the present capital of the company with the help of what? Financial statement. 3rd one, it provide correct informations about the profit of the company. ഒരു കമ്പനിയുടെ യഥാർത്ഥത്തിലുള്ള പ്രോഫിറ്റ് എത്രയാണ് എന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് മനസ്സിലാവും. ബൈ പ്രിപ്പയറിംഗ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് വി വിൽ കം ടു നോ ദ പ്രോഫിറ്റ് ഓർ ലോസ് മെയ്ഡ് ബൈ എ കമ്പനി ഡ്യൂറിംഗ് എ പർട്ടിക്കുലർ പീരിയഡ്. 4th one, it provides the current informations about how the profit of the companies are utilized for the company. എങ്ങനെയാണ് ഒരു കമ്പനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ലാഭം ഏതൊക്കെ വിധത്തിലാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തത് എന്നുള്ള കാര്യം ഇതിലൂടെ തിരിയും. It provides the correct informations about how the profit of the concerns are apportioned and how much is retained with the company. എത്ര പൈസ ഏതൊക്കെ വിധത്തിലാണ് വീതം വെച്ച് കൊടുത്തതെന്നും ഏതൊക്കെ ഭാഗത്തൊക്കെയാണ് നമ്മൾ വീതിച്ച് വെച്ച് കൊടുത്തതെന്നും and how much is the balance of that. Balance is called retained earning and that amount should be transferred to reserves and surplus. And this reserves and surplus and capital added together, that is called a owners capital. നേരത്തെ ഞാൻ പറഞ്ഞിരിക്കുന്ന ഓണേഴ്സ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഓണേഴ്സ് ക്യാപിറ്റൽ, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് പറയുന്നത് അത്രയും കാര്യമാണ്. ഷെയർ ക്യാപിറ്റലും അതിൻ്റെ കൂടെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ആഡ് ചെയ്തതാണ്. അങ്ങനെ വരുമ്പോൾ ഓണേഴ്സ് ഇക്വിറ്റി ഇങ്ങനെ കൂടി വരുന്നത്, റിസർവ്സ് ആൻഡ് സർപ്ലസ് കൂടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റലും കൂടി സർപ്ലസും കൂടി ആഡ് ചെയ്ത് ഓണേഴ്സ് ഇക്വിറ്റി ഇങ്ങനെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും, എങ്ങനെയാണെങ്കിൽ കമ്പനി ലാഭം ഉണ്ടാക്കുന്നതാണെങ്കിൽ. And last one, 5th one, it provide information about the changes that had occurred in the financial position of a concern between 2 balance sheet date. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിലിടയ്ക്ക് ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, ഫിനാൻഷ്യൽ പൊസിഷൻ കൂടിയോ കുറഞ്ഞോ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം. അപ്പോൾ എന്താണ്, ഇത് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഹാഡ് ഒക്കേർഡ് ഇൻ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കൺസേൺ ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റിലേക്ക്, 2 വർഷം കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തേക്ക് വരുമ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ്റെ അകത്തുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ
അത് പ്രോഗ്രസീവ് ആണോ അല്ലെങ്കിൽ അത് അധോഗതിയാണോ പുരോഗതിയാണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കമ്പനിയുടെ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ this financial statement provides all the informations about the business organization. ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റുകളാണ്. ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ through that financial statement you will come to know whatever happening inside that business organization. So these financial statements are acting as a window of that financial or of that business organization. Through that window you will come to know that whatever happening inside that business organization. അപ്പോൾ ഇത്രയും കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എൻഡ് പ്രോഡക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. ഫിനാൻഷ്യൽ അക്കൗണ്ട് ചെയ്യുക എന്നുള്ളത് അക്കൗണ്ടിൻ്റെ ഡ്യൂട്ടിയാണ്. ആ അക്കൗണ്ട് ലാസ്റ്റ് ചെയ്തിട്ട് എത്തുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലേക്കാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഉണ്ടാവും, പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാവും, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, സോഴ്സസ് ആൻഡ് അപ്ലിക്കേഷൻസ് ഓഫ് ഫണ്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ഇത് വളരെ കൃത്യമായിട്ട് ഒരു അക്കൗണ്ടിനെ ചെയ്യാൻ വേണ്ടി പറ്റണം. ഇത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അനലൈസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? പ്രൊവൈഡിങ് നെസസറി ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ടു ഹെൽപ്പ് ദം ടു ഡിസ്ചാർജ് ദിയർ മാനേജീരിയൽ ഫങ്ഷൻസ്. സോ നമുക്ക് ആ ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ പഠിക്കാൻ വേണ്ടി പറ്റും. സോ എപ്പിസോഡ് 2 നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അക്കൗണ്ടിന് ഇത് അറിഞ്ഞിരിക്കണം. ഇപ്പം നിങ്ങൾ പഠിക്കുന്ന സി ആയാലും ICM ആയാലും BCom ആയാലും BB ആയിക്കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് അനാലിസിസ്. ഓക്കെ, എല്ലാവർക്കും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് like it and don't forget to subscribe our channel and don't forget to press the bell icon. Thank you.